ശക്തമായ മഴയെ തുടർന്ന് ആറളഫാം മേഖലയിലെ വെള്ളം കയറിയ വീടുകളിലെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ച ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഇരിട്ടി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ അവശ്യ സാധനങ്ങൾ കൈമാറി. ബെഡ്ഷീറ്റ്, മാക്സികൾ, പായ, സോപ്പ് തുടങ്ങിയ സാധനങ്ങളാണ് കൈമാറിയത്. ലയൺസ് ക്ലബ് ഓഫ് ഇരിട്ടി പ്രസിഡന്റ് വി സുനിൽ MJF, പഞ്ചായത്ത് പ്രസിഡന്റ് വി ശോഭയ്ക്ക് സാധനങ്ങൾ കൈമാറി. കഴിഞ്ഞ 16 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിവിടെ ഒരു ക്യാമ്പ് നടത്തിയിരുന്നു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നത്. നമ്മുടെ റിയാനത്ത് സുബി മെമ്പറുമായിട്ടുള്ള ഒരു ബന്ധമാണ്. ആ ഒരു ബന്ധം ഇന്നും ഞാൻ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല, പ്രകൃതി കൊണ്ടും ഇടപെടൽ കൊണ്ടും കളങ്കമില്ലാത്ത നിഷ്കളങ്കരായ ഒരുപാട് മനുഷ്യരുടെ ഒരു കൂടിച്ചേരലിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയുടെ ഒരു പേരാണ് നമ്മുടെ ആറളം ഫാം പുനരധിവാസ മേഖല എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ വർഷം അവിചാരിതമായിട്ടുണ്ടായ ഈ ഒരു പ്രകൃതി ദുരന്തത്തെ ഇവിടെയുള്ള ആളുകളെ വിഷമിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരമാണ് ഇത്തരം ഒരു കാര്യം, ഇന്നലെ 7:30-ക്ക് ശേഷമാണ് അറിയുന്നത്. അതിനുശേഷം സുബി മെമ്പറും നമ്മുടെ സബിത മെമ്പറും പിന്നെ സുജാത മെമ്പറും ഒക്കെ ആയിട്ട് ഇവിടുത്തെ പ്രസിഡന്റ് അടക്കം എല്ലാവരുമായിട്ടും ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പം ബാക്കി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടുകളും ഉണ്ട്. TRDM ഒക്കെ എല്ലാ സപ്പോർട്ടായിട്ടുണ്ട്. ഒറ്റക്കെട്ടായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് അറിഞ്ഞു. അപ്പം ചെറിയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഉടുതുണിയാലെ പെട്ടെന്ന് അവിചാരിതമായി വന്ന വെള്ളപ്പൊക്കം കൊണ്ട് ഇട്ട തുണിയാലെ വന്നതുകൊണ്ട് കുറച്ച് വസ്ത്രങ്ങളും കുറച്ച് അവശ്യ സാധനങ്ങളുടെ കുറച്ച് കുറവുണ്ടെന്ന് ഇന്നലെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ എല്ലാവരും കൂടെ ആലോചിച്ച് പെട്ടെന്ന് തന്നെ എല്ലാവരും ഓടി ഒരുമിച്ച് ഇരിട്ടിയുടെ പല മേഖലകളിലുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഇവിടെ എത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ആറളം ഫാം പുനരധിവാസ മേഖലയിൽ മഴക്കെടുതി മൂലം 2 ദുരിതാശ്വാസ ക്യാമ്പാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ ക്യാമ്പിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ലയൺസ് ക്ലബിൻ്റെ ആൾക്കാർ വിളിക്കുകയും എന്തെങ്കിലും സഹായം വേണോ എന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വേണ്ട, നമുക്കറിയാം നമ്മുടെ ഒരു മഴക്കെടുതി മൂലം വീടുകൾ ഒഴിഞ്ഞു വരുമ്പോൾ വീടുകൾ പകുതി മുക്കാലും വെള്ളത്തിനടിയിലായിരുന്നു. അപ്പോൾ അവരുടെ വസ്ത്രങ്ങൾ നമുക്ക് ഒരു വീടുകളിൽ എന്താണോ ഉപയോഗിക്കുന്നത് ആ സാധനങ്ങളൊക്കെ ആ വെള്ളത്തിൽ ഒലിച്ചു പോവുകയും അതുപോലെ ഇവരിട്ട ഡ്രസ്സാലെ ഇങ്ങോട്ട് വരുന്ന ഒരു സാഹചര്യവുമാണ് ഉണ്ടായത്. ആ ഒരു അടിസ്ഥാനത്തിൽ ഇത്രയൊരു മനസ്ഥിതി കാണിച്ച ലയൺസ് ക്ലബിന് ആദ്യമായിട്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഈ പാവപ്പെട്ട കുടുംബങ്ങളെ സഹായിക്കാൻ കാരുണ്യവും അതുപോലെ മനസ്സും കാണിച്ച ഇവർക്ക് ഇനിയും സർവേശ്വരൻ കൂടുതൽ ഇതുപോലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിമ്മി അന്തിനാട്ട് അധ്യക്ഷത വഹിച്ചു. വളരെ മാതൃകാപരമായ ഒരു നല്ല ജീവകാരുണ്യ പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ പ്രസിഡന്റൊക്കെ സൂചിപ്പിച്ചു, കുറച്ച് ദിവസങ്ങളായി 2-3 ദിവസങ്ങളായി ഈ പ്രദേശത്തെ ഏറ്റവും അടിസ്ഥാന വർഗത്തിൻ്റെ ഒരു മേഖല എന്ന നിലയിൽ ഒരുപാട് പ്രയാസങ്ങൾ ഈ പെട്ടെന്നുണ്ടായ മഴ കൊണ്ട് ഉണ്ടായി. അത് കണ്ടറിഞ്ഞ് നിങ്ങൾ കടന്നു വരികയും ഈ വലിയ ഒരു ജീവകാരുണ്യ പ്രവൃത്തി ഏറ്റെടുത്ത് അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്ത ഇരിട്ടി ലയൺസ് ക്ലബിനോടുള്ള കടപ്പാട്, ആറളം പഞ്ചായത്ത് ഭരണസമിതിക്കുള്ള കടപ്പാട് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇനിയും ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റെയ്ഹാനത്ത് സുബി ചടങ്ങിന് നന്ദി പറഞ്ഞു. എല്ലാവർക്കും ഒറ്റവാക്കിൽ ഒരു നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ എല്ലാവിധ ആശംസകളും നിങ്ങളെ അറിയിക്കണം. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പൊതുരംഗത്തും അതുപോലെ തന്നെ സാമൂഹിക സേവന രംഗത്തും ഏറ്റവും മാതൃകാപരമായിട്ട് പോകുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ നിങ്ങളെ ഓരോ കാര്യങ്ങൾക്കായിട്ട് സമീപിക്കുമ്പോഴും കൃത്യമായും ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ്. അത് തുടർന്നുകൊണ്ടിരിക്കുന്നത് വലിയ സന്തോഷമുണ്ട്. ഇത് ദൈവാനുഗ്രഹത്തിൻ്റെ കരങ്ങളാണ് നിങ്ങൾ ഞങ്ങളിലേക്ക് എത്തിച്ചു തന്നിരിക്കുന്നത്. അർഹതപ്പെട്ട കൈകളിലേക്ക്, കുടുംബങ്ങളിലേക്ക് ഈ അത്യാവശ്യ സമയത്ത് നമ്മൾ അത് എത്തിച്ചു കൊടുക്കുന്നതാണ്. നിങ്ങൾ ഈ ഒരു പ്രവർത്തനത്തിന് മുൻകൈയെടുത്ത് ഒറ്റ ദിവസം കൊണ്ട്, ഇന്നലെ രാത്രി കൊണ്ട്, ഈ സമയം കൊണ്ട് ഞങ്ങളിലേക്ക് ഇത് എത്തിച്ചു തന്നതിന് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. വാർഡ് മെമ്പർമാരായ റോസമ്മ ടീച്ചർ, സുജാത AK, സവിത, വത്സ ജോസ്, രാജീവൻ, ലയൺസ് ക്ലബ് അംഗങ്ങളായ ലയൺസ് ക്ലബ് ക്യാബിനറ്റ് മെമ്പർ KJ ജോസ്, ലയൺ ബേബി കാശാംകാട്ടിൽ, ക്യാബിനറ്റ് മെമ്പർ VP സതീശൻ, സോൺ ചെയർമാൻ ലയൺ റെജി തോമസ്, ലിബിൻ ജോസ്, അർച്ചന റെജി, സോന സുനിൽ, ജസ്റ്റിൻ ഐരാണി, ഷാജി ജീവനം, ആറളം ഫാം ADM ഡോക്ടർ നിതീഷ് കുമാർ, ബിന്ദു സണ്ണി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു.